പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ ധർമ്മം സ്ഥാപിക്കാനായി പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. പന്തളത്തു നിന്ന് അദ്ദേഹം കടുവപ്പുറത്തേറി ശബരിമലയിലെത്തിയ ശേഷം തൻ്റെ ശരീരം ഉപേക്ഷിച്ച് അവിടെ ശാസ്താവായി കുടികൊണ്ടു. തന്നെ കാണാൻ വരുന്ന ഭക്തർ എല്ലാവരും നല്ല മനസ്സുള്ളവരും ധർമ്മിഷ്ഠരും ആയിരിക്കണം എന്ന് അയ്യപ്പൻ ആഗ്രഹിച്ചു. അങ്ങനെ അയ്യപ്പൻ്റെ അടുത്തേക്ക് എത്താൻ ഒരു വഴി വേണമായിരുന്നു. അപ്പോൾ ശബരിമലയിലെ മലകളിൽ അധിവസിച്ചിരുന്ന ഭൂതഗണങ്ങളിൽ പ്രമുഖനായ കൊടുമുടി എന്നയാൾ മുന്നോട്ട് വന്നു. അയ്യപ്പനോട് അദ്ദേഹത്തിന് വലിയ ഭക്തിയായിരുന്നു. കൊടുമുടി തൻ്റെ ശക്തിയും തപസ്സും ഉപയോഗിച്ച് അവിടെ 18 പടികൾ ഉണ്ടാക്കി. ഈ പടികൾ വെറും കല്ലുകളല്ലായിരുന്നു. മനുഷ്യൻ ഉപേക്ഷിക്കേണ്ട 18 ദോഷങ്ങളെയും നേടേണ്ട 18 നന്മകളെയും ഈ പടികൾ പ്രതിനിധീകരിച്ചു. അയ്യപ്പൻ ആ പടികൾക്ക് മുകളിൽ ചവിട്ടി കയറി സന്നിധാനത്തിരുന്നു. ഭക്തർ ഈ പടികൾ ചവിട്ടിക്കയറുമ്പോൾ അവർ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. ദേഷ്യവും അസൂയയും പോലുള്ള ചീത്ത സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ വ്രതശുദ്ധിയോടെ ഈ 18 പടികളും ചവിട്ടുന്നവർക്ക് മാത്രമേ തൻ്റെ അനുഗ്രഹം ലഭിക്കൂ എന്ന് അയ്യപ്പൻ അനുഗ്രഹിച്ചു. അതുകൊണ്ട് മലകയറി വരുന്ന ഓരോ ഭക്തനും ഈ പടികൾ കയറുമ്പോൾ താൻ ഒരു നല്ല മനുഷ്യനായി മാറുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ പവിത്രമായ 18 പടികൾ ശബരിമലയിൽ വന്നത്.